പരിവാറിന്റെ വിദ്യാഭ്യാസ മാനവികത സൗഹൃദ സംഗമം ശ്രദ്ധേയമായി. പെരുമ്പാവൂർ തണൽ പരിവാർ ട്രെയിനിംഗ് സെന്റർ ഹാളിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത തണൽ പരിവാർ കൈത്താങ്ങായി. വ്യത്യസ്തങ്ങളായ സവിശേഷ കഴിവുകളുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്കും സഹോദരങ്ങൾക്കും പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ പഠനോപകരണങ്ങൾ സമ്മാനിച്ച വിദ്യാഭ്യാസത്തിന്റെ മഹത്വം വിളംബരം ചെയ്തുകൊണ്ട് സ്നേഹത്തിന്റെ കരുതലൊരുക്കി മാതൃകയായിരിക്കുകയാണ് തണൽ പരിവാർ. അകാലത്തിൽ വിട പറഞ്ഞ തണൽ പരിവാർ കുടുംബാംഗം ശ്രീലക്ഷ്മിയുടെ മകൾ ദക്ഷമോൾക്ക് വേണ്ടിയുള്ള സർവ്വമത പ്രാർത്ഥനയോടെയാണ് ചടങ്ങ് ആരംഭിച്ചത്. പെരുമ്പാവൂർ തണൽ പരിവാർ ട്രെയിനിംഗ് സെന്റർ ഹാളിൽ നടന്ന വിദ്യാഭ്യാസ മാനവികത സൗഹൃദ സംഗമം ഡോക്ടർ കെ.എൻ. ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എച്ച്. പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാലയങ്ങളിലും വിവിധ സർവകലാശാലകളിലും തണൽ പരിവാർ ഇൻക്ലൂസീവ് ട്രെയിനിംഗ് സെന്ററുകളിലും പഠനം നടത്തുന്ന വിദ്യാർത്ഥിനികൾക്കാണ് തണൽ പരിവാർ വിദ്യാഭ്യാസ സ്നേഹ കിറ്റുകൾ വിതരണം ചെയ്ത് വേറിട്ട മാതൃക സൃഷ്ടിച്ചത്. സവിശേഷ കഴിവുകളുള്ള കുട്ടികളെയും സഹോദരങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും വിദ്യാഭ്യാസ മേഖലയിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ ചേർത്തുപിടിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതിന്റെ ഭാഗമായാണ് പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന അവസരത്തിൽ പഠനോപകരണ കിറ്റുകൾ വിതരണം ചെയ്തത്. പഠിക്കുക, വീണ്ടും പഠിക്കുക, പഠിച്ചു മുന്നേറുക എന്ന സന്ദേശമുയർത്തിയാണ് കേരളത്തിലെ അംഗപരിമിതരുടെയും സവിശേഷ കഴിവുകളുള്ള കുട്ടികളുടെയും വ്യക്തികളുടെയും രക്ഷാകർതൃ സംഘടനയായ തണൽ പരിവാർ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് തണൽ പരിവാർ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായ കേരള ഹിന്ദി പ്രചാര സഭയുടെ സിൻഡിക്കേറ്റ് അംഗവും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ കെ.എം. നാസർ പറഞ്ഞു. ഒരു വ്യക്തിത്വമാണ് നമ്മുടെ രക്ഷാധികാരി തണൽ പരിവാർ രക്ഷാധികാരി. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ ഓരോ സ്ഥലത്തും ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ചെയ്യുന്നുണ്ട് പല നാട്ടിൽ, പക്ഷെ നമുക്ക് ഇവിടെ വിളിച്ചാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് അതെന്താ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളൂ, ഞാൻ ബാക്കി എന്താ ചെയ്തോളാം എന്നാണ് അദ്ദേഹം. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ ബാഗ് കൊടുക്കും. അപ്പൊ ഇതിനൊരു വലിയ എമൗണ്ട് വരും, നമുക്കറിയാം. അതേപോലെ അങ്ങനെ ഇരിക്കുമ്പോ എന്റെ കൂടെ കുറച്ച് നാൾ എന്റെ പത്രത്തിൽ എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന എന്റെ സുഹൃത്ത് ചെമ്പറക്കിയിലുള്ള ഉസ്മാൻ ഫരീദ്, അദ്ദേഹം സൗദിയിലാണ്, സൗദി റിയാദില് ഒരു ലോകാത്ഭുതത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ്. ഞാൻ ലോകാത്ഭുതം എന്ന് പറയുന്നത് KMCC എന്ന് പറയുന്നത് ഒരു ലോകാത്ഭുതമാണ്. തണൽ പരിവാർ രക്ഷാധികാരി സിനി ആർട്ടിസ്റ്റ് TC റഫീഖ് ചൊക്ലി, സൗദി KMCC റിയാദ് കമ്മിറ്റി എറണാകുളം ജില്ലാ ട്രഷറർ കരീം കാനാമ്പുറം, കേരള ടൂറിസം അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അലിബ്രാൻ വയനാട് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. പെരുമ്പാവൂർ മുനിസിപ്പൽ കൌൺസിലർ PS ബുഷ്ര, മെട്രോ ന്യൂസ് ചാനൽ മാനേജർ നിഷ രജീഷ്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സവിശേഷ കഴിവുകളുള്ള കാലടി സംസ്കൃതം സർവകലാശാല മുഖ്യ കേന്ദ്രത്തിലെ സംഗീത വിഭാഗം വിദ്യാർത്ഥിനി KN റിദാമോൾ, തണൽ പരിവാർ സംസ്ഥാന ഭാരവാഹികളായ രജനി രാജേഷ്, P സുമാദേവി, KK വോഗീസ്, ലിമെ മാത്യു, ശശികല ശിവാനന്ദൻ, MK നിഷ, MU സീനത്ത് എന്നിവർ സംബന്ധിച്ചു. നമ്മൾ ഈ ലോകം കെട്ടിപ്പടുത്തിരിക്കുന്നത് നമ്മുടെ ശേഷിക്ക് അനുസൃതമായിട്ടാണ്. നമ്മുടെ ശേഷിയെ നമുക്ക് അറിയാൻ പറ്റില്ല. എന്നിട്ടും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം, നമ്മുടെ ശേഷി കൊണ്ട് നമ്മൾ കെട്ടിപ്പടുത്ത വിദ്യാഭ്യാസ സമ്പ്രദായം അവർ മറികടന്ന് വിജയിച്ചു. അത് വലിയ വിജയമാണ്. അവരുടെ ശേഷി ഒരുപാടില്ല. അവർക്ക് അനുസൃതമായ വിദ്യാഭ്യാസമോ അവർക്ക് അനുസൃതമായ ഒരു ലോകമോ കെട്ടിപ്പടുക്കാൻ അവർക്ക് സാധിക്കാത്ത ഇനി ആ ഒരു ലോകത്തിലേക്ക് പോകണം. ഇത് നമ്മുടെ ബുദ്ധിക്കനുസരിച്ചുള്ള ലോകമാണ് നമ്മൾക്ക് കെട്ടിപ്പടുത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഭിന്നശേഷിക്കാർക്ക് അവർ ജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളൂ, ആശയവിനിമയം നടത്താൻ ബുദ്ധിമുട്ടായിട്ടുള്ളൂ. ശരിക്കും ഇവരുടെ ഒരു ലോകമുണ്ട്, നമുക്കറിയാത്ത ഒരു ലോകം. ആ ലോകത്തെ ആശയവിനിമയം നടത്താൻ അവർക്ക് സാധിക്കും. ന്യൂസ് ഡെസ്ക്, മെട്രോ ന്യൂസ്.